നോക്ക് ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. എന്തിനാൾക്കൂട്ടം? എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എനിക്ക് റോഡിൽ കിടന്ന് ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെയും ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവര് നമ്മളെ പറ്റിച്ചായിരുന്നു. പണം വാങ്ങിച്ചു. എന്റെ 50,000 വന്നത് എടുത്തു കൊടുത്തു. പക്ഷെ എന്റെ ഇത് വെച്ച് ഇവർ അപ്പഴി എന്നെ കുത്തിയെടുത്തോട്ട് പോയി. ഇവർക്ക് ഇഷ്ടംപോലെ അവിടെ കിട്ടിക്കഴിഞ്ഞു. ആ പണം മൊത്തം ആ പണം ഞാൻ ചോദിച്ചതാണ് ഇവർക്ക് ഇപ്പൊ തന്നത്. കാര്യം എല്ലാവരും അറിഞ്ഞെന്നുള്ളത്. നമസ്കാരം. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ തുറന്നപ്പം ഒരു വാർത്ത കണ്ടത്, ഷാലു പയ്യാടിന്റെ. നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഷാലു പയ്യാടിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഫോട്ടോഗ്രാഫറാണ്, ഫിലിം ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട്. ഈ പുള്ളിയെ കൊണ്ട് കഴിയുന്നത് പോലെ വീടുകൾ വെച്ച് കൊടുക്കാറുണ്ട്. അതിൽ ഒരുപാട് പഴിയും കേട്ട ആളാണ്. പക്ഷെ ഇപ്പം വെളിയിൽ വരുന്ന കുറച്ച് വാർത്തകൾ, ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഷാലു പയ്യാടുമായിട്ട് സംസാരിച്ചായിരുന്നു. ഞാൻ റെക്കോർഡൊന്നും ചെയ്യുന്ന സ്വഭാവം എനിക്ക് മണ്ടയില്ലാത്തതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആണെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാറുള്ളൂ. റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ഷാലു പയ്യാടുമായിട്ട് സംസാരിച്ചായിരുന്നു ഈ വിഷയം. അത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ വീട് വെച്ച് കൊടുത്ത് ഒരുപാട് പഴിയൊക്കെ കേട്ട ആളാണ്. എന്നാലും അത്യാവശ്യം ഉള്ളവർക്കെല്ലാം പുള്ളിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീടൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. സോഷ്യൽ മീഡിയ വഴി നമ്മളത് ഒരുപാട് പേര് കാണാറുമുണ്ട്. പിന്നെ പുള്ളി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെന്നാണ് എന്റെ തോന്നല്. പല കാര്യങ്ങളും കാണുമ്പോൾ ഇനി ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിത്തിരിയരുത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഷാലു പയ്യാട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആരൊക്കെയാണ് പാവങ്ങളെ സഹായിക്കുന്നത് അവർ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോയാണ് ഇപ്പൊ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഒരമ്മയും ഈ ഷാലു പയ്യാടും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നുണ്ട്. ആ വഴക്കിനെ ബേസ് ചെയ്താണ് ഇവിടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഷാലു പയ്യാറിനെതിരെ ഒരുപാട് ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് അതൊന്ന് കാണാം. നോക്ക് ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. എന്തിനാൾക്കൂട്ടം? അതാര് നിങ്ങളിപ്പോൾ ഒരു സീൻ കണ്ടു കാണും. അതിനകത്ത് ഷാലു പയ്യാട് അവരുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അതാണ് ഒരുപാട് പേര് കമന്റുകളിലൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അവരെ കൈ പിടിച്ച് തിരിച്ചത് എന്നൊക്കെ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ ഷാലു പയ്യാടിനോട് ഞാൻ സംസാരിച്ചു. കല്ലെടുത്ത് പുള്ളി എറിയാൻ നോക്കി, അപ്പോൾ കയ്യിൽ കയറി പിടിച്ചതാണ് എന്നാണ് ഷാലു പയ്യാട് എന്നോട് പറഞ്ഞത്. പക്ഷെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് കൈ പിടിച്ച് തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ എന്നെ കല്ലെടുത്ത് എറിയാൻ വന്നപ്പോൾ ഞാൻ തടഞ്ഞതാണെന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. ഇറങ്ങാൻ വാങ്ങിട്ട് കഷ്ടം കേട്ടാ. അത് യാവായി നോക്ക അമ്മച്ചി തള്ളിയിട്ടല്ല അതിലിട്ട് അടിക്കണം. എല്ലാരും കൂടെ ഇട്ട് ചവിട്ടി. നോക്ക് ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഉപദ്രവം ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ ഷാലു പയ്യാട് സംസാരിച്ചപ്പോൾ ഷാലു പയ്യാട് പറഞ്ഞത് എന്നെ കല്ലെടുത്തൊക്കെ എറിയാൻ വന്നു, എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞാൻ കയറി പിടിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. ഓക്കെ, പക്ഷെ ഇതിനു മുമ്പ് പിന്നെ വിഷയങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് ഷാലു പയ്യാട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എനിക്ക് റോഡിൽ കിടന്ന് ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെയും ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവര് നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിവുണ്ടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവര് മൊത്തം അലുമ്പും ഭയങ്കര പരിപാടി. അപ്പം ഇവര് പറയണെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പൊ പറയണത്. ഇവർക്ക് വട്ടാണ്. ഇവര് പറയുന്നത് 1 കോടി രൂപ വേണമെന്നാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചും ചോദിച്ചു.
അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷാലു പയ്യാട് പറഞ്ഞത് ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവരെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് മൊത്തം കള്ളത്തരമായിരുന്നു. 3 പെൺപിള്ളേരുണ്ടെന്നാണ് പറയുന്നത് അവിടെ. അപ്പൊ അവരെ ഒരു സമാധാനമായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഷീറ്റ് ഇട്ട ഒരു വീടെങ്ങാണ്ട് പറഞ്ഞു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ച് ഇവരുടെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് അവർ കൊടുത്തത്. ഏത് ഞാൻ ചോദിച്ചു ആരുടെയാണ് അക്കൗണ്ട് നമ്പർ കൊടുത്തതെന്ന്. അപ്പൊ പറഞ്ഞു വഴക്കുണ്ടായ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിരുന്നത്. അതിനകത്തെങ്ങാണ്ട് 1 ലക്ഷം രൂപ എങ്ങാണ്ടാണ് മാക്സിമം വന്നിരിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം 1 കോടി രൂപ വേണമെന്നാണ് അവർ പറയുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 1 കോടി രൂപയുടെ അടുത്തെങ്ങാണ്ട് പിരിവ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അത്രയൊന്നും വന്നിട്ടില്ല. അത് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് ഈ വന്നതെന്നാണ് എന്നോട് ഷാലു പയ്യാട് പറഞ്ഞത്. ഷാലു പയ്യാടിനെ ഞാൻ വിളിച്ചപ്പോൾ ഷാലു പയ്യാട് കുറച്ച് ഇതാണ്. എന്താന്ന് വെച്ചാൽ ഈ പ്രശ്നം ഷാലു പയ്യാട് വിചാരിച്ചതുപോലെ അല്ല, ഷാലു പയ്യാടിന് എതിരായ പോലെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഒരാൾ ഒരു ഉപകാരം ചെയ്യാൻ പോയി, അതിൽ പെട്ടു. അപ്പം ഇപ്പുറത്ത് ആ സ്ത്രീയെ നമുക്ക് പെട്ടെന്ന് ആ വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ ഇല്ലെന്ന് പറയത്തില്ല, എനിക്കും അത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഷാലു പയ്യാറിനെ വിളിച്ചതും. പക്ഷെ ഷാലു പയ്യാട് പറഞ്ഞ അതിനകത്ത് ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഉപദ്രവിച്ചെന്നാ പറയുന്നത്. പക്ഷെ അതിനകത്ത് ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഈ 1 ലക്ഷം രൂപ മാക്സിമം പിരിവ് വന്നിട്ടുള്ളതെന്ന് പറയുന്നു. പക്ഷെ 1 കോടി രൂപ വേണമെന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് എന്തോ രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ടെന്നാണ് പുള്ളി ഈ പോസ്റ്റിന്റെ ഹെഡിംഗ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം ചേർക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ കയ്യിൽ നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലിവ് കാണിച്ച് അവിടെ കിടന്ന് ഉള്ള പോലീസുകാരെയൊക്കെ തള്ളക്കും വിളിച്ച് ഇത് കണ്ടല്ലോ, ആ പോലീസുകാരെ വരെ അവര് അടിക്കാൻ നോക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുണ്ടാവുന്നുണ്ട്. അതുപോലെ അവിടെ കിടക്കുന്ന മിറ്റിലെടുത്ത് ഈ പറഞ്ഞ ഷാലു പയ്യാറിനെ ഞാൻ തോന്നുന്നു, വീഡിയോ എടുക്കുന്ന ഷാലു പയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നു, ഷാലു പയ്യാറിനെ എറിയുന്നുണ്ട്. അവിടെ അത്രയും പോലീസുകാരുണ്ട്. അപ്പൊ ഇവര് കല്ലെടുത്ത് എറിയാൻ വന്നു എന്ന് പറയുന്ന ഒരു കള്ളത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവര് ഉപദ്രവിക്കാൻ പോയി കാണും. ഉപദ്രവിക്കാൻ പോയപ്പോഴത്തേക്ക് പുള്ളി കൈ കയറി പിടിച്ചു. പിന്നെ പുള്ളിയുടെ ആ ഒരു തള്ളിലും ഉന്തിലും തള്ളിലും പുള്ളിക്കാരി താഴെ വീണിരിക്കാം. ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇത് കണ്ടാൽ അത് മനസ്സിലാവും. പോലീസുകാരെ വിളിക്കുന്ന ചീത്ത നിങ്ങൾ കേൾക്കണം. അതിനുശേഷം പോലീസുകാരെ പിടിച്ച് തള്ളുന്നുണ്ട്, പോലീസുകാരെ അടിക്കാൻ പോകുന്നുണ്ട്. ഇതും വേണമെങ്കിൽ ഒരു കേസൊക്കെ ആക്കാം. പക്ഷെ അവർക്ക് എന്തോ മാനസികമായിട്ട് എന്തോ അസുഖം ഉള്ളത് പോലെയൊക്കെ പറയുന്നു. ഇവിടെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. നമുക്ക് മാനസികാശുപത്രിയിലാക്കാം സാർ, അത് നടക്കുള്ളൂ. മാനസികാശുപത്രി അല്ലെ നമ്മളെല്ലാ സാധനം ഉണ്ട്, തെളിവുണ്ട്, ഇത് പേടിക്കണ്ട. പോലീസുകാരുടെ അടുത്ത് തന്നെ പറഞ്ഞു ശരി. അവരെ കയ്യിൽ നിൽക്കുന്നില്ല. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ എന്നെ തള്ളക്കി വിളിച്ച, എനിക്ക് അതൊന്നും കുഴപ്പമില്ല, എന്നെ തള്ളക്കി വിളിച്ചത് എന്നെ അടിക്കാൻ വേണ്ടി, എറിയാൻ വേണ്ടി കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. നിങ്ങൾ പറ, ഞാൻ പിടിച്ചു മാറ്റിയാൽ എന്തിനാണ് തെറ്റ്? ദയവേത് ഈ കേസിൽ നാളെ ഒരാൾക്കും എന്റെ അടുത്തൊരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവര് മുഴുത്ത വട്ടുള്ള ആളാണ്, ഇതെനിക്ക് ആരോടായിരുന്നു. പിന്നെ സത്യത്തില് അവർക്ക് എന്തോ മെന്റലി പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ കാണിച്ച ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും. എന്താ വെച്ചാൽ അത്രയും പോലീസുകാർ നിൽക്കുമ്പോൾ പോലീസുകാരെ അടിക്കാൻ പോകുന്നു, അതുപോലെ മെറ്റിലെടുത്ത് 3-4 പ്രാവശ്യം എറിയുന്നു, അതുപോലെ തന്നെ പോലീസുകാരെ കൈവയ്ക്കാൻ പോകുന്നു, അവിടെ കിടന്ന് തെറി വിളിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇപ്പം ഷാലു പയ്യാട് ഇവിടെ ഓക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ, വീട് വെക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ ഷാലു പയ്യാടിനെ ആ ഒരു വാശിയുടെ മേല് ഷാലു പയ്യാടിനെ അടിക്കാൻ വരുന്നു, കല്ലെടുത്തെറിയാൻ വന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എറിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടുത്തെ ആ പെരുമാറ്റം അത്രയും പോലീസുകാരുടെ കയ്യിൽ പോലും നിൽക്കത്തില്ലെന്ന് ഇപ്പൊ ഷാലു പയ്യാട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വെച്ചാൽ പോലീസുകാർ തന്നെ തഴഞ്ഞു കാണും. എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ടാല് എന്തെങ്കിലും ഇതൊക്കെ വന്ന ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ കാണിച്ചു കൂട്ടിയോ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഞാൻ യഥാർത്ഥ ആരും ന്യായീകരിക്കുമല്ലോ കേട്ടോ. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഉപദ്രവിച്ചതായിട്ട് തോന്നും. പക്ഷേ ഷാലു പയ്യാട് പറയുന്നത് ഷാലു പയ്യാടിനെ കല്ലെടുത്തെറിയാൻ വന്നു, പിന്നെയും കല്ലെടുത്തും മെറ്റിലെടുത്തും താഴെ കിടക്കുന്ന ഇതൊക്കെ എടുത്തെറിയാൻ വന്നപ്പോൾ ഷാലു പയ്യാട് കയ്യിൽ കയറി പിടിച്ചു എന്നാണ് പറയുന്നത്. ആ പിടിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ആയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയും അങ്ങനെ സംഭവിച്ചതാണെന്നാണ് ഷാലു പയ്യാട് പറയുന്നത്. പക്ഷേ ഷാലു പയ്യാടിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. സീക്രട്ട് ഏജന്റ് തന്നെ ഇതിന്റെ താഴെ എഴുതി ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിയതാണ്, സഹായിക്കാൻ ഇറങ്ങി പണി കിട്ടി. മിക്കവാറും ഇപ്പൊ പണി കിട്ടിയതുപോലെയാണ്. ഇതിനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട്. അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുവാണെങ്കിലുണ്ടെങ്കിൽ ഈ 3 മക്കള് ഇവരവിടെ സേഫ് അല്ല, ഇവരെന്ത് വേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫ് ആക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 കൊച്ചു പിള്ളേരെ ഇവർ കൊല്ലും, ഉറപ്പാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഈ 3 പിള്ളേരെ ചൈൽഡ് ലൈനിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ആരൊക്കെ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കേട്ടത്. എന്റെ പൊന്ന്
സഖാക്കന്മാരെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. ഇതിൽ സഖാക്കന്മാരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുതെന്നാ പറയുന്നത്. നമുക്ക് രാഷ്ട്രീയം ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു അവിടെ രാഷ്ട്രീയമായിട്ടൊക്കെ എന്തെങ്കിലും കളികളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം ശാലു പയ്യാട് അങ്ങനെ സഖാക്കന്മാരെ എന്നൊക്കെ എടുത്ത് പറയുന്നത്. എങ്ങനെ പോയാലും ഈ പറയുന്ന ആ ആൾക്ക് മാനസികമായ അസുഖമുണ്ടോ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവരുടെ വീട്ടിനടുത്തുള്ളവരോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഇപ്പം ഒരാൾ അവിടെ ആ സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടിയത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ നോർമലി ഒരാൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. പോലീസുകാരികളെ അടിക്കാൻ പോകും, അതുപോലെ കല്ലെടുത്തെറിയും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഹോസ്പിറ്റലിൽ അവർ വന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. എന്തായാലും അവർ പറയട്ടെ അവിടെ എന്താ നടന്നതെന്നുള്ളത് അവർ പറയും. വെച്ചാൽ അവരെ ഉദ്ദേശം വേറെയായിരുന്നു. ഷാലുവിന്റെയും ഇവളെയും ശാലുപേയുടെ മാത്രമല്ല ഈ മുമ്പ് ഈ കള്ളി ഇവള് കള്ളിയെ പൂലമൊക്കെ കള്ളിയാണ്. നേരത്തെ ഇതുപോലെ ഒരു കൊച്ചിനെ ഇതേ കണക്ക് അവള് ചെയ്തു. 3 കൊച്ചുങ്ങളെ ഇവള് കൊണ്ട് സംരക്ഷിച്ചാക്കിയിട്ട് എന്നെ വാർത്താനം വേറെ ഒന്നുമല്ല. ഇവിടെ 2 മാസത്തേക്ക് നിങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്നു. ഈ 2 മാസത്തിനകത്ത് വെച്ച് നിങ്ങൾക്ക് ഞാനൊരു ഷീറ്റിട്ട വീട് വെച്ച് തരാം. അതിന്റെ പണം വാങ്ങിച്ചു. എന്റെ 50,000 വന്നത് എടുത്തുകൊണ്ട്. പക്ഷെ എന്റെ ഇത് വെച്ച് ഇവർ അപ്പോഴേ എന്നെ കുത്തിയെടുത്തോട്ട് പോയി. ഇവർക്ക് ഇഷ്ടംപോലെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ആ പണം മൊത്തം ആ പണം ഞാൻ ചോദിച്ചതാണ് ഇവർക്ക് ഇപ്പൊ വന്നത്. കാര്യം എല്ലാവരും അറിഞ്ഞെന്നുള്ളത്. ഇതിനകത്ത് പറയുന്ന ഒരു അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് കുറെ പൈസ വന്നിട്ടുണ്ട്, കുറെ കാശ് ആ അക്കൗണ്ടിൽ വന്നിരുന്നു. ആ ക്യാഷിൽ നിന്ന് 50,000 എടുത്തോണ്ട് പോയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷവും വന്ന് കുത്തി എടുത്തുകൊണ്ട് പോകുന്നു എന്നൊരു അലിഗേഷൻ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗൂഗിൾ പേ അക്കൗണ്ടോ അവരുടെ അക്കൗണ്ടോ അവർ കൊടുത്ത അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്ര അക്കൗണ്ടിൽ നിന്നും ഈ അക്കൗണ്ടിൽ നിന്നും എവിടെയൊക്കെ പൈസ പോയിട്ടുണ്ടെന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. ആ അമ്മ അങ്ങനെ പറയുന്നു. പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പം ആ അമ്മയ്ക്ക് ഒരു മാനസിക രോഗം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. തന്നെ ഇവിടെ കൊണ്ടാക്കിയത് അവരും കൂടെ ചേർന്ന് എന്റെ നാട്ടിലെ ഒരു പയ്യൻ കൂടെ ഉണ്ട്, ഒരു കോൺഗ്രസിലെ ഒരു പയ്യൻ. ഞാൻ എനിക്ക് സതീഷ് എന്നാണ് കൊണ്ട് ഒരു വണ്ണമുള്ള ഒരു കഷണ്ടി. ആ പയ്യ അവന് ഞാൻ അതുവരെ അനുചര വീട്ടിൽ താമസിക്കാനുള്ള നിയമനം. ഒരു പയ്യന്റെ വീടാണ് ഞങ്ങൾക്ക് വാർത്തനം ചെയ്തത്. ഈ ആശുപത്രിയിൽ ഇവിടെ ഞാൻ അവിടെ ഇവരെ 2 പേരെയും നേഴ്സറിയിൽ നിന്ന് വാർത്താനം ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയി. ഇവിടെ അമ്മ എന്താ എവിടെ കടിച്ച അമ്മ എവിടെ കടിച്ചവര്? മൂന്നാമത്തെ തവണയാണ് ശാലു പയ്യാട് കൈ വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പും വേറെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചവിട്ടിയത് എനിക്ക് വേദന എടുക്കുന്നുണ്ട്, ചവിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 3 പിള്ളേരെ ഞാൻ കണ്ടായിരുന്നു അതിനടുത്ത് നിൽക്കുന്നത്. ആ 3 പിള്ളേരും ഇവരും ഉണ്ട്. പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് സംസാരിക്കുന്നു. മാനസിക രോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്കില്ലെന്നേ പറയാൻ പറ്റും. പറയുന്ന ശാലു പയ്യാട് പറയുന്നത് മാനസിക രോഗം ഉള്ള ഒരാളാണെന്നുള്ള രീതിയിൽ ശാലു പയ്യാട് സംസാരിക്കുന്നത്. അപ്പൊ ഈ 3 പിള്ളേരെ എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെയാണ് ശാലു പയ്യാട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നത് കേട്ടോ. ആ പ്രദേശത്ത് അവിടെ നടന്ന കാര്യങ്ങൾ ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാട് പേര് ഇത് ചർച്ചയാക്കുന്നുണ്ട്. അപ്പം ഇതിനെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് ഇതിന് താഴെയായിട്ട്. ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം. ശാലു പയ്യാടിന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല. സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്, എന്റെ ബ്രോ നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമാണ്. എന്താണ് ബ്രോ നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ പറയുന്നുണ്ട്, എന്റെ അമ്മ പഠിപ്പിച്ച ഒരു കാര്യമാണ് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാവൂ എന്നുള്ളത്. പിന്നെ അർഹതയുള്ളവരെ സഹായിക്കണം, ഓടി നടന്ന സഹായം വാരിക്കോരി കൊടുക്കരുത്, ശ്രദ്ധിക്കണം ചേട്ടാ എന്ന് ഒരാൾ പറയുന്നുണ്ട്. പിന്നെ നീ അവരെ തല്ലുന്നതാണല്ലോ വേറെ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞ് മറ്റൊരാള്, താൻ പിടിച്ചു മാറ്റുന്നതല്ല കണ്ടത്, ആ സ്ത്രീയെ തല്ലുന്നതാണ് ന്യായീകരണമല്ലേ എന്ന്. തല്ലുന്നതാണ് കണ്ടതെന്നും അത് ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്നൊക്കെയാ പറയുന്നത്. വയ്യാത്ത സ്ത്രീയെ പോലീസുകാർ പോലും കൈവച്ചില്ല. പക്ഷെ താൻ തല്ലി താഴേക്കിട്ട് കൈ പിടിച്ച് തിരിക്കുന്നതൊക്കെ വീഡിയോയിൽ ഉണ്ടല്ലോടാ നന്മ മരമേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശാലു പയ്യാറിന്റെ ഭാഗം പറയുന്നു. ഈ പറയുന്ന അമ്മ ആ അമ്മയുടെ ഭാഗം പറയുന്നു. പോലീസ് അന്വേഷിക്കുമായിരിക്കാം. അന്വേഷിച്ച് അവർ കണ്ടുപിടിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ ഇനി എന്താ അതിനകത്ത് നടന്നതെന്നുള്ളത്. ഇപ്പൊ 2 പേരുടെയും ഭാഗം നമ്മൾ കണ്ടു. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടതിന് ശേഷം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.